ഇന്ന് റെസിപ്പി ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ ചെയ്യാൻ കാര്യം എന്നാണെന്നറിയാമോ? പിള്ളേർക്ക് അങ്ങ് ഒത്തിരി പരാതിയാണ്, നമ്മൾ ഏത് നേരവും അങ്ങ് ഡിഷ് ചെയ്യുവാന്നും പറഞ്ഞുകൊണ്ട്. അന്ന് ഈ പിള്ളേരെ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിലെ ഗസ്റ്റായിട്ട് വരുന്നത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത് ശരിക്കും പറഞ്ഞാൽ മഴയത്തുമ്പേ സമയത്തായിരുന്നു. മഴയത്തുമ്പേ സമയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ മഞ്ജു വന്നതല്ലേ, പക്ഷെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗസ്റ്റ് അല്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും നോക്കുവാന്നേലും ഗസ്റ്റായിരുന്നു. ഇന്ന് നമ്മുടെ ഗസ്റ്റ് പ്രസീതയാണ് വരാൻ പോകുന്നത്. പ്രസീത എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നാ പറയുന്നത്, മഴയത്തുമ്പേ തുടങ്ങിയതാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അത് ഞങ്ങൾ 2 പടം ചെയ്തു. സ്റ്റിൽ ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. വൺസ് ഇൻ എ വൈൽ ഞങ്ങൾ വിളിക്കാറുണ്ട്, വിശേഷം പറയാറൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരി എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ പ്രസീതയുടെ അമ്മയായിരുന്നേ. പക്ഷേ അമ്മ ഇപ്പം ഞങ്ങളുടെ ഇടയിൽ ഇല്ല. കാര്യം ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാക്കുകയെന്നേ പോലും അമ്മ ചോദിക്കും, ഈ പെമ്പിള്ളേർക്ക് എന്നത്തിൻ്റെ സൂക്കേടാന്ന് ചോദിച്ചേച്ച് ഞങ്ങളെ വഴക്ക് പറയുന്നത് അമ്മ തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ സ്റ്റാർട്ടർ ഉണ്ടാക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? പ്രസീത എന്നെ വിളിച്ചേച്ചും പറഞ്ഞു, എടോ താൻ ഈ പറഞ്ഞ കൂട്ടുള്ള ഡിഷെല്ലാം കൂടെ വെച്ചേച്ചാൽ പിള്ളേർക്കാന്നേൽ ഏറ്റവും വലിയ പരാതിയായിരുന്നു. അതുമാത്രമല്ല എൻ്റെ മോനാന്നേൽ, അതായത് പ്രസീതയുടെ മോനാന്നേൽ ഏത് നേരവും സ്റ്റാർട്ടറിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നേ. എന്നാൽ പിന്നെ എൻ്റെ കൂട്ടുകാരിയുടെ കൊച്ചല്ലേ, അന്നേരം പിന്നെ നമ്മുടെ കൊച്ചായിട്ടല്ലേ എടുക്കുന്നത്, അല്ലേ പിന്നെ ഇപ്പോൾ നമ്മുടെ കൊച്ചല്ലേ, അന്നേരം പിന്നെ നമ്മൾ പിള്ളേരെ ഒന്ന് കൺസിഡർ ചെയ്തില്ലല്ലോ, ഒക്കെയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സ്റ്റാർട്ടർ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടർ എന്ന് പറയുമ്പോഴത്തേനും പിള്ളേർക്ക് വെജിറ്റേറിയനോട് വലിയ പ്രിയം കാണുകയില്ല. ചിക്കൻ്റെ ആന്നേൽ ഏറ്റവും ഇഷ്ടമാണ്. അതും ചിക്കൻ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ കാലിലാണ് ഏറ്റവും തല്ലുണ്ടാക്കുന്നത്. എനിക്ക് കാല് കിട്ടിയില്ലേ എന്നും പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഇന്ന് മൊത്തത്തിൽ കാലാണ് വെച്ചേക്കുന്നത്, മറ്റേ പീസസേ എടുത്തിട്ടില്ല, ഫുൾ ഡ്രം സ്റ്റിക്ക്. ഇന്ത്യൻ അല്ല, പക്ഷേ എന്നാൽ കുറച്ച് എബ്രോഡ്, അതായത് ഒരു ഇറ്റാലിയൻ ടച്ച് കൂടെ ഉണ്ട്. ഇറ്റാലിയനോ കോണ്ടിനെൻ്റൽ വാട്ടെവർ ഇറ്റ് മേ ബി, അത് സ്റ്റാർട്ടറായിരുന്നു. ഇനി അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ കോഴിയുടെ കാല് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതല്ലെന്നുണ്ടെങ്കിൽ വിങ്സ് ആയാലും നല്ലയാ, കുഞ്ഞു ഡ്രം സ്റ്റിക്സ് ഇല്ല, അതായാലും നല്ലയാ. പിന്നെ വേണ്ടിയ കുറച്ച് പാപ്രിക്ക പൗഡറാ. ഇതില്ലേൽ ഇച്ചിരി മുളക് പൊടി ആന്നേലും കുഴപ്പമൊന്നുമില്ലേ. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉള്ളിയുടെ പൊടിയാന്നു. ഉള്ളിപ്പൊടി എന്ന് പറയുമ്പോഴത്തേന് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആക്കണ്ട. നമുക്ക് ഉള്ളി എടുത്തേച്ച് പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടേച്ചാൽ മതി. ഇത് ഉള്ളി ആണെന്ന് വെച്ചോ, അത് പൊടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളിയുടെ പൊടിയാ. ഇതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളി എടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത് നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് വെച്ചാൽ 2 കുരുമുളക് ഇടുക. ഇതെന്നാ വെച്ചാൽ ബ്ലാക്ക് സോൾട്ട് ആണോ. ഇത് ഇച്ചിരി വേണം, എന്നാന്നോ അതിനൊരു ഇച്ചിരി സ്മോക്ഡ് എഫക്റ്റാണ് വരുന്നത്. അന്നേരം അത് ഇച്ചിരി വേണേ. അതെല്ലാം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്നാ പറയാനകത്ത് നമ്മുടെ സാധാ ഉപ്പിട്ടേച്ചാൽ മതി. പിന്നെ കുറച്ച് ഒറിഗാനോ. ഈ ഒറിഗാനോ എങ്ങനെ കിട്ടും? നമുക്ക് മേടിക്കാൻ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ പിസ്സ മേടിക്കുമ്പോൾ ഇച്ചിരി സാഷിയായിട്ട് കിട്ടുവേ, അത് സൂക്ഷിച്ച് വെച്ചാലും മതി. പിന്നെ അന്നേൽ കുറച്ച് ബേസിൽ ലീവ്സാണ്. ഈ ബേസിൽ ലീവ്സ് ഡ്രൈയും ഉണ്ട്, ഇപ്പം നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഫ്രഷും കിട്ടും. അതുകൊണ്ട് ഏതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടിയ കുറച്ച് മുട്ട എന്ന് പറയുമ്പം നമുക്ക് മുക്കാൻ വേണ്ടിയിട്ടുള്ള എത്രയാണെന്ന് വെച്ചാൽ അത്. പിന്നെ ഇച്ചിരി റൊട്ടിപ്പൊടിയായത്. ഈ റൊട്ടിപ്പൊടി മേടിക്കുന്നത് വേണ്ട, നമ്മൾ റൊട്ടി മേടിച്ചേച്ച് പൊടിച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് ബട്ടർ. പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ. ഇച്ചിരി ചീസ്. ഇന്ന ചീസൊന്നൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ. ഉപ്പ് പക്ഷേ ഞാൻ ഒത്തിരി പറയുകയില്ല. കാര്യം എന്താണെന്നറിയോ, ഈന്തുപ്പിനകത്ത് ഒരു ഇച്ചിരി കൂടുതലാണ് ഉപ്പിൻ്റെ ഒരു ഇത്. അതുകൊണ്ട് അത് ഇട്ട് നോക്കിയേച്ച് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധാ ഉപ്പ് ചേർത്തേച്ചാൽ മതിയേ. അപ്പോൾ ആദ്യം ചെയ്യാനുള്ള എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കനകത്ത് പെരട്ടാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ബ്രെഡ് ക്രംസിനകത്ത് കോട്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എന്നാന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ അതിനൊരു
പ്ലേറ്റ് എടുക്കണം. പ്ലേറ്റ് എടുക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് പ്ലേറ്റ് എടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഒഴിച്ച് വെച്ചാൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒഴിക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ ഇതൊന്ന് തീർന്നു കഴിഞ്ഞാൽ ഞാനും ഇതൊക്കെ തന്നെ വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കത്തുള്ളൂ. ചിക്കൻ ഫ്രൈ ഒന്നും വറുത്തെടുക്കുന്ന കൂട്ട് ഒരുപാട് ഒഴിച്ചേക്കല്ല, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കട്ടെ. എണ്ണ ചൂടാവുന്ന നേരം ഞാനൊരു പ്ലേറ്റ് എടുത്തോണ്ട് വരട്ടെ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പാപ്രിക്ക പൗഡർ. നമ്മൾ മുളക് പൊടിയെ കൂട്ടല്ല, ഒരു ഇച്ചിരി അതിനൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അന്നേരം അത് ഇഷ്ടപ്പെടുവാന്നേൽ അത് ചേർത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉള്ളിയുടെ പൊടി. മേടിക്കുന്ന ഗാർലിക് പൗഡർ ആന്നേൽ ഒരു സ്വല്പം ഇട്ടേച്ചാൽ മതി. എന്നാന്നോ അതിനൊരു ഇച്ചിരി എന്നാ പറയുന്നത്, ആ വെളുത്തുള്ളിയുടെ ഒരു ഇച്ചിരി മുന്നോട്ട് നിൽക്കുവേ, അന്നേരം ഒരു സ്വല്പം ഇട്ടേച്ചാൽ മതി. പിന്നെ അന്നേൽ ഇത് എരിവില്ലാത്ത കുരുമുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. അന്നേരം എരിവ് വേണ്ടിയെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ സാധാ കുരുമുളക് പൊടിയില്ലേ, ഇത് വൈറ്റ് പെപ്പർ പൗഡറാണ്, അതിട്ടാൽ മതി. പിന്നെ നമ്മുടെ ബ്ലാക്ക് സോൾട്ട്, അത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച്, നമ്മൾ ഇച്ചിരി ഇട്ടേക്കെങ്കിൽ പോലും അല്ല, അതിന് ഒത്തിരി ആ ഒരു വരും മണം. പിന്നെ ഒറിഗാനോ നമ്മുടെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു നിറച്ചിട്ടോ. ബേസിൽ കുറച്ച് മതി, അതൊരു പിഞ്ച് പോലെ ഞാൻ എടുത്തുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിനകത്ത് ബ്രെഡ് ക്രംസ്. റൊട്ടിപ്പൊടി മേടിക്കൽ, റൊട്ടി മേടിച്ച് പൊടിച്ചെടുത്താൽ മതി. എന്നുവെച്ച് ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് മുട്ട അതിനെ ഒന്ന് അടിച്ചെടുക്കണേ. ഇനി നമുക്ക് ഈ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടി. മുട്ട നല്ലതായിട്ട് അടിച്ചേച്ചേ ഇതിനകത്തോട്ട് ഒരു പിഞ്ച് ഒറിഗാനോയും ഒരു ശകലം ഹാഫ് പിഞ്ച് ബേസിൽ ലീവ്സും കൂടി ഇടുക. അപ്പം മുട്ടയ്ക്കും നല്ലൊരു അല്ല ആ ഒരു മുട്ടയുടെ ഒരു ടേസ്റ്റ് ഇല്ലേ, അതല്ലാതെ കുറച്ചുകൂടി നല്ലൊരു മണം വരും. ഇനി അന്നേച്ച് ഇത് ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് ആ ചിക്കനിൽ ഒരു ഇച്ചിരി ഉപ്പും കുരുമുളകും ഒന്ന് തേച്ചേച്ച് നമുക്ക് ബാക്കി ചെയ്യാവേ. അപ്പം അതിനൊരു പ്ലേറ്റ് എടുത്തോട്ടെ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കുരുമുളക് പൊടി, മറ്റേ സാധാ കുരുമുളക് ആന്നേൽ അതെ, കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ ഇച്ചിരി ഉപ്പും, കുറച്ച് ഉപ്പിട്ടേച്ചാൽ മതി. ഇനിയാന്നു നമ്മൾ ഈ നേരത്തെ ചെയ്ത് വെച്ച ബ്രെഡ് ക്രംസ് ഇല്ലയോ,
അതിനകത്തോട്ട് ഒരു ഇച്ചിരി ചീസ് ഗ്രേറ്റ് ചെയ്തിടണം. ഇതിനെയും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യുന്നതെന്നറിയോ, നമ്മൾ മുട്ടയിൽ മുക്കി വെച്ച് ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ച് എണ്ണയിലിട്ട് കട്ട്ലേറ്റിൻ്റെ ബ്രൗൺ ഷേപ്പിൽ നമ്മൾ വറുത്തെടുക്കണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ചിക്കൻ വേവുകയും വേണം. അതുകൊണ്ട് ഒത്തിരി വലിയ ഫ്ലെയിമേ വറുത്തെടുക്കല്ല, ചെറിയ ഫ്ലെയിമേലിട്ട് വേണം വറുക്കാനേ. ഇനി നമുക്ക് ആ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇതൊന്ന് ഇട്ട് വറുക്കാം. വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ എന്തായാലും അടച്ചിട്ടിട്ടേ മുറിച്ചെടുക്കാനൊക്കത്തുള്ളൂ. അറിയാലോ, ഇത് നമ്മൾ വേവിച്ചിട്ടോ ഒന്നുമില്ല. അന്നേരം ഇച്ചിരി സിമ്മേലിട്ടേച്ച് വേണം അത് വറുത്തെടുക്കാനേ. പിന്നെ ഇതേപോലെ ഇച്ചിരി മുഴുത്ത കഷ്ണമാകുന്നതിൽ ധൃതി കൂട്ടരുത്. ചെറിയ തീയലിട്ടേച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി, അതിൻ്റെ അടുത്ത് നിന്നേച്ചേ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്കി എടുത്താൽ നമ്മൾ സാധാ വീട്ടിൽ ചിക്കൻ ഫ്രൈ ചെയ്യുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടൊന്നും വെപ്രാളത്തിലൊന്നും എടുത്തേക്കല്ല, ചിക്കൻ വേവുകയല്ല. ഒരു അടപ്പിട്ട് അടച്ചേച്ച് പതുക്കെ മുരിച്ചെടുത്തേച്ചാൽ മതി. ഇച്ചിരി നേരം എടുക്കും, പക്ഷെ എന്നാൽ എന്നാ രുചിയായിട്ടുള്ള ഒരു ആഹാരം കഴിക്കാമല്ലോ. നമ്മൾ ചിക്കനെ വറുത്ത് വെച്ചു. അത് വറുത്ത് വെക്കുന്ന ആ ഒരു അതിൻ്റെ ആ ടോൺ, അത് ആ കളർ ടോൺ വേണ്ട ഇത്രയും മാത്രമേ പാടുള്ളൂ. നമ്മൾ കട്ട്ലേറ്റൊക്കെ വറുക്കുന്ന കൂട് തന്നെ ആയില്ലേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, അടുപ്പ് അങ്ങോട്ട് കത്തിച്ചേച്ച് ഈ പറഞ്ഞ കൂട്ട് തന്നെ നമ്മുടെ ഇതേ കൂട്ട് തന്നെ ഒരു പരന്ന പാത്രമോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു പാനോ എണ്ണയിലും എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ അങ്ങോട്ട് ചൂടായിട്ട് വറുത്ത് വെച്ചേക്കുമല്ലോ, അന്നേരം ഇത് ഇച്ചിരി ഒന്ന് ചൂടാവുകയല്ലേ. ആ ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് ചൂടാവട്ടെ. ചൂടാവുന്ന സമയം നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ജ്യൂസാണ്. ജ്യൂസ് എന്ന് പറഞ്ഞാൽ റെഡ് കൂളർ. അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ജ്യൂസ്. റെഡ് കൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സകല ഫ്രൂട്ട്സും റെഡ് കളറാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് അതിന് പേരിട്ടേക്കുന്നത് റെഡ് കൂളർ എന്നാണ്. ഇതിനകത്ത് വേറെ ഒരു ജോലിയില്ല. ഒറ്റ കാര്യം എന്നാ വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് വാട്ടർമെലനാണ്, പിന്നെ കുറച്ച് ഗ്രേപ്സ്, പിന്നെ ആന്നേൽ ഇതെന്നാന്നോ കുറച്ച് പോമിഗ്രാനൈറ്റ് ജ്യൂസ് ആക്കി എടുത്ത് വെച്ചേക്കുവാന്നേ. ഇതെല്ലാം ഉണ്ടല്ലോ കുരു ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് എന്നാ പറയുന്നത് ആ കുരുവിൻ്റെ ഒരു കറച്ചവ് വരുവേ, അതുകൊണ്ടാണ്. പിന്നെ ആന്നേൽ ഇതിന് ബേസിക്കലി നല്ലതായിട്ട് മധുരമുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ടു. പഞ്ചസാരയോട് വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി തേൻ ചേർത്താലും മതി. ഇതിനൊരു ജോലിയില്ല. ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സിയിലോട്ടിട്ട് അടിച്ചേച്ച് നല്ല ഐസൊക്കെ ഇട്ട് നല്ല കൂളായിട്ട് കുടിക്കുന്ന ഏറ്റവും നല്ല. ഇത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ടു എ ലെവൽ ദിസ് ഇസ് ഹെൽത്തി. ബിക്കോസ് എന്നാന്നറിയോ, നമ്മുടെ വാട്ടർമെലൻ കഴിക്കുവാന്നേൽ നമുക്ക് നല്ലതാണ്, ഒത്തിരി കൂളാവും നമ്മുടെ ബോഡി. ഈ കൂൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാവേ. നമ്മൾ കുക്കുംബറില്ലേ, നമ്മുടെ വെള്ളരിക്ക, അതായത് സാലഡ് കുക്കുംബർ കഴിച്ചാൽ ബേസിക്കലി നമ്മളോട് ഡോക്ടേഴ്സ് എന്നതാ പറയുന്നത്, നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കണമെന്നല്ലേ പറയുന്നത്. അന്നേരം ഈ സാലഡ് വെള്ളരിക്ക കഴിക്കുവാന്നേൽ അതിനകത്ത് ഒരുപാട് വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. ഏകദേശം 90% ഓഫ് വാട്ടർ നമ്മുടെ വെള്ളരിക്കയിലുണ്ടെന്നാണ് പറയുന്നത്. 12 ഗ്ലാസ് വെള്ളം കുടിക്കാൻ നമുക്ക് ഇച്ചിരി മടിയാന്നേൽ ഇടവിട്ട് ഇച്ചിരി വെള്ളരിക്ക കഴിക്കുന്നത് നല്ലതാണ്. അതിനുള്ള ഗുണം എന്നാണെന്നറിയാവോ, അത് നമ്മുടെ BP ബ്ലഡ് പ്രഷർ നോർമലാക്കും, ആൻറ്റി ക്യാൻസർ ആന്നു. പിന്നെ ആന്നേൽ നമുക്ക് വയറ്റിൽ എന്തെങ്കിലും അൾസറോ അങ്ങനെ എന്നതേലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ ഏറ്റവും നല്ലത് വെള്ളരിക്കായ.
അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും അതേപോലെ നമ്മൾ ലേഡീസിനൊക്കെ ആന്നേൽ തന്നെ ഒരു സ്പെഷ്യൽ ടിപ്പായിരുന്നു. വെള്ളരിക്ക ഒത്തിരി കഴിക്കുവാന്നേൽ നമ്മുടെ സ്കിന്നൊക്കെ ഒത്തിരി നല്ലതാവും. അതുകൊണ്ട് വെള്ളരിക്ക ഞാനിപ്പം ഈ വാട്ടർമെലൺ കൂളാവുന്ന ബോഡി നമ്മളെ ഒത്തിരി കൂളാക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ധാരാളം വെള്ളരിക്ക കഴിച്ചോളൂ. വെള്ളം ഒത്തിരി കുടിക്കുമ്പോൾ നമുക്ക് മനം മറിക്കുവേലേ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളരിക്ക കഴിച്ചാൽ അത്രയും തോന്നുവേല. മാക്സിമം സാലഡ് വെള്ളരിക്ക കഴിച്ചോളൂ. ഇനി നമ്മുടെ ചിക്കൻ ചൂടായിട്ടുണ്ടേ, അതിനകത്തോട്ട് 1-2 ക്യൂബ് ബട്ടർ ഇട്ടേച്ചും ഞാൻ ജ്യൂസ് അടിക്കാം. ഈ ബട്ടർ ഇടുന്ന എന്നാത്തിനാണെന്നറിയോ, അതിൻ്റെ രുചി ഒച്ചിരിയും കൂടി ഒന്ന് നല്ലയാവുമേ. ഇത് ഇങ്ങനെ ചെയ്യാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവണിനകത്ത് വെച്ചേച്ചാൽ മതി. നമ്മളിപ്പോൾ ഈ ഇടുന്ന ബട്ടറിൻ്റെ അളവ് മതിയാവും. തിരിച്ചു മറിച്ച് വിട്ടേച്ച് ഒന്ന് എടുത്തേച്ചാൽ മതിയേ. ഇനി ഇതാ ചെറിയ തീയയിലിരുന്ന് ആവട്ടെ, നമുക്ക് ജ്യൂസ് അടിക്കാം. കുറച്ച് മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ അല്ല, ഈ ചുമന്ന മുന്തിരിങ്ങയാണ്. അതൊരു 3-4 എണ്ണം, അല്ലെങ്കിൽ പോട്ടെ ഒരു 8 എണ്ണം ഇട്ടോ. ഇതിന് ഇച്ചിരി കാശ് കൂടുതലുള്ളതാണ്. ഇച്ചിരി ജ്യൂസ്, പോമിഗ്രാനൈറ്റിൻ്റെ ജ്യൂസായിരുന്നു. അതായത് നമ്മളെ മാതളമില്ലേ, മാതളത്തിന് എന്നാ ഗുണമാണെന്നറിയാവോ? ഡെങ്കി ഫീവറൊക്കെ വരുമ്പം ഏറ്റവും കൂടുതൽ മാതളം കഴിച്ചാലും നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒത്തിരി കൂടും. ഇതിനെക്കാട്ടിലും ഒത്തിരി ഉപകാരമാണ് നമ്മുടെ പപ്പായയുടെ ഇലയില്ലേ, അത് ഈ ഒത്തിരി ടെൻഡർ ലീവ്സ് ഇല്ലേ, ആ ലീഫ് നമ്മൾ എന്നാ ചെയ്യണമെന്നറിയാം, വെള്ളമൊന്നും ചേർക്കാതെ നമ്മുടെ ഇടികല്ലയിലിട്ട് ഇടിച്ച് പിഴിഞ്ഞത്, അതായത് നല്ല ക്ലോത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുക. ഒരു ഗ്ലാസ്സിനകത്ത് ഒരു ഇത്രയും കാണത്തുള്ളൂ എക്സ്ട്രാക്റ്റ്, അതിനകത്ത് ഫുൾ ഗ്ലാസ് വെള്ളം ഒഴിച്ചേച്ച് 1 നേരം അല്ലെങ്കിൽ 2 നേരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടും. നമുക്ക് ബാക്ക് ടു എനർജി. ഒരു ഡെങ്കി ഫീവറൊക്കെ വന്നാൽ നമ്മുടെ മൊത്തം കുഴപ്പമായിട്ടോ ബോഡി. ഇത് എക്സാമ്പിൾ ഞാൻ തന്നെ, എനിക്കൊരു ഡെങ്കി ഫീവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടിയത് ഈ പോമിഗ്രാനൈറ്റും പപ്പായയുടെ ലീഫുമാണ്. അതുകൊണ്ട് അതും നല്ലൊരു ഉപകാരമാണ്. ആർക്കേലും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടണമെന്നുണ്ടെങ്കിൽ ഇത് കുടിച്ചാണ് കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് നമുക്ക് മറിച്ചിടാവേ, അല്ലെ 2 വശവും നമ്മുടെ ബട്ടർ പിടിക്കുകയില്ല. ഇനിയിപ്പോൾ ഇത് ഇച്ചിരി കൂടി ഞാനൊന്ന് തീ കൂട്ടിയായിരുന്നേ, അതായത് ആ ചിക്കനകത്തോട്ട് ആ ബട്ടറിൻ്റെ ഫ്ലേവർ വരണ്ടേ. വലിയ ഷെഫൊക്കെ ആന്നേൽ ഇതേണ്ട ഈ പാൻ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കും. അതൊന്നും എന്നെ കൊണ്ട് ഒക്കെയല്ല, അന്നേരം ഞാനിങ്ങനെ മറിച്ചൊക്കെ എടുത്തോളൂ. പക്ഷേ ഇങ്ങനെ ചെയ്യുവാന്നേൽ ഭയങ്കര രസമാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ആ കറി ചീത്തയാക്കണ്ട. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ജ്യൂസ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തേച്ചാൽ മാത്രം മതി. പിന്നെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി വരാനുള്ള താമസമേ ഉള്ളൂ. ഇനി ഒരുപാട് ജോലിയൊന്നുമില്ല. ഇതിനകത്ത് കൂടുതൽ ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ടുള്ളൂ കേട്ടോ, കുറച്ചുകൂടെ നല്ല. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം, അന്നേരം അറിയാലോ. അല്ലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെയല്ലേ. തീ ഒന്ന് കുറച്ചോട്ടെ. ഇതിനകത്തൊരു ഹാഫ് ഒഴിച്ചേച്ച് ഒരു ഇച്ചിരി തണിമത്തങ്ങ ഇടണേ. രണ്ട് മുന്തിരിങ്ങ, അത് മുഴുത്ത മുന്തിരിങ്ങ, അന്നേരം 4ആയിട്ട് കീറി ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. ഞാൻ ഒരു കാര്യം പറയാം, എന്നാന്നോ ഇപ്പം മുന്തിരിങ്ങ കയ്യിലെടുത്തോണ്ടാണ് പറയുന്നത്. നമ്മൾ വീട്ടിലൊക്കെ വൈൻ ഉണ്ടാക്കുകയല്ലേ, അന്നേരം വൈൻ ഉണ്ടാക്കി വെച്ച് ഗസ്റ്റ് ആരെങ്കിലും വരുവാന്നേൽ വൈൻ നല്ല ചിൽഡ് വൈനകത്ത് ഇതേപോലത്തെ 2 മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ ഇറ്റ്സ് ടേസ്റ്റ് ബെറ്റർ എന്നാണ് പറയുന്നത്. ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇറ്റ്സ് എ ടിപ്പ്. അന്നേരം നമ്മളൊരു എന്നാ വലിയ ചെഫാന്നൊക്കെ പറയുവേ, പക്ഷെ അങ്ങനെ ഒന്ന് സെർവ് ചെയ്ത് നോക്കൂ, ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഞാൻ അതുകൊണ്ടല്ല ഇതിനകത്തിട്ട്, പക്ഷേ ഇതിനകത്ത് ടു ഗെറ്റ് ഒരു എന്താ പറയുക ഒരു ഇച്ചിരി കഴിക്കാനും കൂടിയൊക്കെ കിട്ടുകയല്ലേ. ഇറ്റ്സ് എ ഹെവി ഡ്രിങ്ക്,
പക്ഷേ നമ്മുടെ ബോഡിയിൽ കുറച്ച് കൂളാവാൻ ഏറ്റവും നല്ലതായത്. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു മിൻറ്റ് ലീഫും കൂടെ ആയാൽ ഇറ്റ് ടേസ്റ്റ് ഗുഡ്. മിൻറ്റ് റിഫ്രഷിങ് ആട്ടോ. ഇനി എന്നാണെന്നറിയോ, ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാ. 2 ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് ബാക്കി ഇത് ഫുൾ നീറ്റ് ആക്കിയിട്ട് വിത്ത് പ്രസൻറ്റേഷൻ നമുക്ക് കാണാം.